ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അർജുനെയും നന്ദേനെയാണ്. അങ്ങനെ അർജുൻ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും. നന്ദ ചോദിച്ചു, എന്തു പറ്റി അർജുൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അർജുൻ മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എങ്കിലും നന്ദ വിട്ടില്ല. നന്ദ ചോദിച്ചു, പറ അർജുൻ, എന്തോ പറ്റിയിട്ടുണ്ട്? അർജുൻ എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലാതെ അർജുൻ കരയില്ലെന്ന് എനിക്കറിയാം. എന്താ പിങ്കി വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അർജുന് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയിട്ടോ. അർജുൻ എന്തു പറയണമെന്ന് അറിയില്ല. പക്ഷേ അർജുൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ നന്ദ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അർജുൻ ഒരു കാര്യം ചെയ്യണം. അർജുൻ പിങ്കിയോട് ഇപ്പം തൽക്കാലം ക്ഷമിക്കുക എന്നല്ലാതെ ഇപ്പം വേറെ ഒന്നുമില്ല. കാരണം പിങ്കിയുടെ മനസ്സ് അത്രയധികം ഇപ്പം ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അത് ചിലപ്പം സ്നേഹത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ ഒക്കെ ആകാം. ആ ഒരു മൂർച്ച അവസ്ഥയിൽ നിന്ന് പിങ്കിനെ കൊണ്ടുവരാൻ നമുക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് അർജുൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിങ്കിനെ അർജുനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുമ്പം ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു നന്ദ എനിക്ക്. പക്ഷേ ഇപ്പം എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. എല്ലാ പ്രതീക്ഷയും കൈവിട്ടിട്ടാണ് ഈ അർജുൻ ഇവിടെ നിൽക്കുന്നത്. ഓരോ വാക്കുകൾ കേട്ടപ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്കിനകത്ത് എത്രമാത്രം വേദന അനുഭവപ്പെട്ടെന്നറിയാമോ. അവളെ മാറ്റിയെടുക്കാൻ കഴിയും, അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതിനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു, അതൊക്കെ വെറുതെയാ, നമ്മളെ കൊണ്ട് സാധിക്കും അർജുൻ വിചാരിച്ചാൽ മാത്രമേ ഇനി നന്ദേനെ മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമായിരിക്കും അർജുൻ വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. അവളിപ്പം വേറൊരവസ്ഥയിലാണ്. ആ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പം അവളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും നന്ദ. ഞാൻ എന്തിനവളുടെ അവസ്ഥ മനസ്സിലാക്കാതിരിക്കണം? കാരണം അതേ ഒരു റൂട്ടിലൂടെയല്ലേ ഞാനും പൊക്കോണ്ടിരിക്കുന്നത്. തിരിച്ചു കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പിങ്കിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞപ്പം നന്ദ പറഞ്ഞു, എങ്കിൽ പിന്നെ അതാണ് അർജുൻ വേണ്ടത്. അർജുൻ സങ്കടപ്പെടാതിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നേരെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിങ്കി മാറി അർജുന് മാത്രം സ്വന്തമാകും. അങ്ങനെയൊന്നും നമുക്ക് കരുതിക്കൂടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദ പറയുന്നത് പോലെ തന്നെ, നന്ദയാണല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇതൊക്കെ കാണാനായിരുന്നോ നന്ദ? അങ്ങനെ പറയരുത് അർജുൻ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും സന്തോഷമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അർജുൻ്റെ അമ്മയുടെ സന്തോഷം, അതുപോലെ ഇവിടെയുള്ള എല്ലാവരുടെയും സന്തോഷം. ഇപ്പൊ കണ്ടില്ലേ, ഇവിടുത്തെ വല്യമ്മായി എന്നെ ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ എന്നെ വല്യമ്മായിക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനും ഗൗതം സാറും ഒന്നിക്കുന്നത്, വല്യമ്മായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, എല്ലാത്തിനും ഒരു മാറ്റം വരും. എന്നെ ഇഷ്ടമേ അല്ലായിരുന്ന എൻ്റെ വല്യമ്മായിക്ക് മാറ്റം വന്നില്ലേ, ഇവിടുത്തെ വല്യമ്മായിക്ക് മാറ്റം വന്നതുപോലെ പിങ്കിക്ക് മാറ്റം വരും. അത് നമ്മൾ മാറ്റിയെടുക്കും എന്നൊക്കെ ഇങ്ങനെ അർജുനെ പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അർജുൻ്റെ മനസ്സ് ഇങ്ങനെ തളർത്താതെ നന്ദ അർജുനെ പിടിച്ചു നിർത്തുകയാണ്. മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരീരവും കൈവിട്ട് പോയി എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. പിന്നെ നമ്മുടെ അർജുനങ്ങാണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ വീട്ടിലെ ആർക്കും സഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ സുമംഗലിക്ക് സഹിക്കാൻ പറ്റില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്നിപ്പിക്കണം, എല്ലാവരെയും നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നന്ദ അതുപോലെ ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ അർജുൻ നേരെ പിങ്കിയുടെ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും പിങ്കിക്ക് ആ ഒരു ബോധമൊക്കെ വന്നു, പനിയൊക്കെ വിട്ടു പതുക്കെ. അങ്ങനെ പതുക്കെ പിങ്കി ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ തലയിലൊക്കെ കൈവച്ച് വരികയാണ്. അപ്പോൾ അർജുൻ ചോദിച്ചു, അല്ല പിങ്കി എങ്ങനെയുണ്ട്, ഇപ്പം ഭേദമായി തുടങ്ങിയോ? ഇപ്പം എന്തോ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട് അർജുൻ. ഏതായാലും ആ ആശ്വാസം നല്ലതാ. മറ്റുള്ളവരുടെ ആശ്വാസം കളഞ്ഞിട്ടുള്ള ആശ്വാസം അതൊരു പ്രത്യേക സുഖമുള്ള ഒരു ആശ്വാസമാണല്ലോ എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ പിങ്കി, എന്താ അർജുൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഞാൻ അർജുനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല പിങ്കി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇല്ലെന്നേ, അത് ഉറക്കത്തെ വല്ല തോന്നിയതായിരിക്കും. എന്നോട് പിങ്കി എന്ത് പറയാനാ? പിങ്കി ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ? ഈ ഒരു ക്ഷീണമൊക്കെ മാറണേത് ഒരു ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം. ഇല്ല അർജുൻ, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. അങ്ങനെയൊന്നും പെട്ടെന്ന് മാറുന്ന ക്ഷീണമല്ല ഇത്. എന്തോ
ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ ഒറ്റയ്ക്ക് ഇരുന്നോ എന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ അവിടെ എണീറ്റ് പോവുകയാണ്. അപ്പോഴും പിങ്കിക്ക് എന്തോ ഒരു ചെറിയൊരു സംശയം ഇല്ലാതില്ല. കാരണം താൻ എല്ലാം തുറന്നു പറഞ്ഞോ, തൻ്റെ അവസ്ഥയൊക്കെ തുറന്ന് ഇനി ആരോടോ സംസാരിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കിടക്കുന്നു. എങ്കിലും വീണ്ടും ഗൗതം മനസ്സിലേക്ക് കയറി വരുന്നു. ഗൗതം നഷ്ടപ്പെട്ടോ തനിക്ക് എന്ന ആ ഒരു അവസ്ഥ, ഭ്രാന്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് വീണ്ടും പൊക്കോണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്, പിങ്കി എന്താ ചെയ്യുന്നതെന്ന് പിങ്കിക്ക് അറിയില്ല. അപ്പൊ പിങ്കി ടവറിന്റെ മുമ്പിൽ പോയി നിന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിങ്കി. ഇതേ സമയമാണ് നമ്മുടെ ഗൗതം എത്തുന്നത്. അങ്ങനെ ഗൗതം വരുന്നത് തന്നെ വലിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. കാരണം നന്ദയിൽ നിന്നും കുറച്ചു ദിവസം മാറി നിന്നേ പറ്റൂ ഗൗതമിന്. കാരണം അങ്ങനെ ഒരു ജോലിയാണ് ഗൗതമിന്റെ തലയിൽ വന്ന് വീണിരിക്കുന്നത്. അതുകൊണ്ട് നന്ദയെ കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് സേഫായ കാര്യമല്ല. നന്ദേനെയും കൊണ്ടുപോയി അവിടെ ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യം, ആ ഒരു കർത്തവ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗതം വന്ന ഉടനെ തന്നെ നന്ദ ഓടി ചെന്ന് ഗൗതമിനെ കെട്ടിപ്പിടിച്ചിട്ട്, ഗൗതം എവിടെയായിരുന്നു ഇത്രയും നേരം, എന്തായിരുന്നു പറ്റിയത്, ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നോട് പറയാനുണ്ടോ, എല്ലാവരോടും കൂടെ പറയാനുണ്ട്, ഞാൻ കുറച്ചൊരു റിസ്ക് കേസിലാ. എന്ത് റിസ്ക് കേസ്, എന്താ ഗൗതം സാർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ നമ്മുടെ നന്ദ. അങ്ങനെ ഗൗതം നന്ദിയോട് ചോദിക്കുന്നുണ്ട്, എന്താടാ തനിക്ക് പറ്റിയത്, താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഒന്നുമില്ല ഗൗതം സാർ എന്ന് പറഞ്ഞിങ്ങനെ നന്ദ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതേ സമയമാണ് ലക്ഷ്മിയും നമ്മുടെ അരുന്ധതിയും പവിത്രയും മോഹിനിക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ലക്ഷ്മി ഓടി വന്നിട്ട് ഇവരിങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് വലിയൊരു സന്തോഷം. പിന്നെ വല്യമ്മയ്ക്ക് അത്ര കാര്യമായിട്ട് പിടിക്കുന്നില്ലെങ്കിലും ഒരു വല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കുഴപ്പമില്ല നമ്മുടെ അരുന്ധതിക്ക്, ആ ഒരു ഇതിൽ അങ്ങ് നിൽക്കുകയാണ്. ഒരു ചെറിയ ചമ്മൽ പോലെ ഇവർ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ലക്ഷ്മി ഒന്ന് ചോദിച്ചു, മോനെ നിനക്ക് എന്താ പറ്റിയത്, മോൻ എന്തിനാ പറയാതെ പോയത് ഇവിടുന്ന്, മോൻ എന്താ പറ്റിയത്, എന്തിനാ, അതും ഈ ഒരു ദിവസം തന്നെ മോൻ എന്തിനാ ഇവിടുന്ന് പോയെന്ന് ചോദിച്ചപ്പം, അതമ്മ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് പോയല്ലേ പറ്റൂ, പിന്നെ എല്ലാവരോടും കൂടി കുറച്ച് കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പം, അത് വേറൊന്നുമല്ല, എനിക്കൊരു പ്രത്യേക ഒരു കേസ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും പുറത്ത് വിടാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിലെ ആരും പോലും അറിയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് റിസ്ക് പിടിച്ച കേസാണെന്ന് പറയുമ്പോൾ ലക്ഷ്മി ഓടി വന്നിട്ട്, അയ്യോ മോനെ നീ എന്താ പറയുന്നത്, വേണ്ട, അതുപോലെയുള്ള കേസൊക്കെയാണ് മോൻ പോകണ്ട, ഞാൻ മോനെ വിടില്ലെന്ന് പറയുമ്പം, അമ്മേ ദേ എൻ്റെ ജോലി എന്താണെന്ന് അമ്മയ്ക്ക് അറിയാലോ, എൻ്റെ സമൂഹത്തെ എനിക്ക് രക്ഷിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞപ്പം, കുടുംബം കഴിഞ്ഞിട്ട് മതി ജോലിയും കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞല്ലേ മോനോട് ഈ വക കേസുകളൊന്നും പിടിച്ചോണ്ട് വരരുതെന്ന്, ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ആദ്യം കുടുംബം അത് കഴിഞ്ഞിട്ട് മതി. നന്ദയുടെ ഈ ഒരു അവസ്ഥ നീ കണ്ടല്ലോ, ഈ ഒരു അവസ്ഥയിൽ നന്ദേനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുക എന്ന് പറയുമ്പം, അത് പിന്നെ ഞാൻ നന്ദേനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലല്ലോ പോകുന്നത്, ഇവിടെ അമ്മയുണ്ട്, വല്യമ്മായിയുണ്ട്, അതുപോലെ തന്നെ മോഹിനി ചെറിയമ്മയുണ്ട്, പവിത്രയുണ്ട്, പിങ്കിയുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ, പോരാഞ്ഞിട്ട് ഇപ്പൊ അർജുനും ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് അരുന്ധതി പറഞ്ഞത്, എങ്കിൽ പിന്നെ ലക്ഷ്മി ഗൗതം പോട്ടെ, ഗൗതം പറയുന്നതിൽ ന്യായമുണ്ടല്ലോ, അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം മറക്കരുത്, അവനൊരു കുടുംബസ്ഥൻ ആണെന്ന് ഉള്ളതൊക്കെ ശരിയാണ്, എങ്കിലും അവനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നമ്മളെ നാടിനെയും സമൂഹത്തെയും സംരക്ഷിക്കുന്നത് അവന്റെ അവകാശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവനവന്റെ ജോലിയിൽ ആത്മാർത്ഥത പുലർത്തണം എന്നുണ്ടെങ്കിൽ അവൻ പോട്ടെ. പിന്നെ നന്ദയുടെ കാര്യമല്ലേ, നന്ദയ്ക്ക് നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നന്ദയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വിഷമം. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, ഏതായാലും രണ്ടുപേരും കൂടെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതമും കൂടെ നേരെ റൂമിലേക്ക് ചെന്നു. വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് നമ്മുടെ നന്ദ നിൽക്കുന്നത്. അപ്പം നന്ദയോട് ചോദിച്ചു, ഞാൻ പോകുന്നതിൽ തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പം, അതെന്ത് ചോദ്യമാണ് ഗൗതം സാർ ചോദിക്കുന്നത്, ഗൗതം സാർ പോകുന്നതിന് എനിക്ക് നല്ല വിഷമമുണ്ട്, പണ്ടൊന്നും ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്ക് ഗൗതം സാർ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം, അത് സാരമില്ല, എത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരില്ലോ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അത് ചെയ്ത് തീർത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും. പിന്നെ ഈ ഒരു പോലീസുകാരനാന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ടിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഗൗതം ചോദിച്ചു, തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ കിടപ്പുണ്ടല്ലോ, എന്താണോ തൻ്റെ മനസ്സിലെ വിഷമം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നന്ദ. ഇവിടെ നടന്ന കാര്യങ്ങളുണ്ടായ A to Z കാര്യങ്ങൾ വരെ നമ്മുടെ നന്ദ പറയുന്നുണ്ട് കേട്ടോ ഗൗതമിനോട്. പിങ്കിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നും പിങ്കി കാണിച്ചു കൂട്ട കാര്യങ്ങളും ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ചുട്ടരിച്ച് കളഞ്ഞു എന്നും
അങ്ങനെ പിങ്കി ഒരു ഭ്രാന്തിനെ പോലെയാണ് ഇവിടെ ഓരോന്ന് കിടന്ന് കാണിച്ചതെന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതൊന്നും. അപ്പം ഗൗതം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാതെ അങ്ങ് ഷോക്കായിപ്പോയിട്ട് ഗൗതം എന്നിട്ട് പിങ്കി എവിടെയെന്ന് ചോദിച്ചു. പിങ്കി റൂമിലുണ്ട്. അല്ല അർജുൻ ഇതൊക്കെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പം അർജുൻ അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അർജുൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. വേറെ ഒന്നുമല്ല, പിങ്കി വല്ലാണ്ട് അങ്ങ് പനിച്ചു പറിച്ച് കിടക്കുന്ന ഈ ഒരു സമയത്ത് പിച്ചും പേയും ഒക്കെ പറഞ്ഞത് അത് ഗൗതം സാറിനെ കുറിച്ച് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിഞ്ഞ് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം അങ്ങ് വല്ലാണ്ടായിപ്പോയിട്ടോ. അപ്പം ഗൗതമിന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിങ്കിയുടെ അവസ്ഥ ഓർത്ത് കഴിഞ്ഞാൽ സങ്കടവും ഒരു വശത്ത് ചെറിയൊരു വിഷമവും തോന്നുന്നുണ്ട്. താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അപ്പോഴേക്കും നന്ദ പറയുന്നുണ്ട്, ഗൗതം സാർ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പം എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അർജുനും നന്ദയും എങ്ങനെയെങ്കിലും ഒന്നാവണം. അർജുൻ വല്ലാത്ത വിഷമത്തിലാണ്. അർജുൻ കരയുകയൊക്കെ ചെയ്തെൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന പകുതി കാര്യങ്ങളും അർജുൻ അറിഞ്ഞിട്ടില്ല. അപ്പം അതും കൂടെ അറിയുവാണെങ്കിൽ എന്തായിരിക്കും അർജുൻ്റെ അവസ്ഥ. അതുകൊണ്ട് എനിക്ക് അർജുനെ പിങ്കിനെയും ഒന്നിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ഗൗതം സാർ പോകുമല്ലോ ഒരാഴ്ച. അപ്പം പിന്നെ ഞാൻ ഫ്രീയും ആണല്ലോ, എനിക്കിപ്പം കോളേജിൽ പോകുമൊന്നും വേണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മുന്നിട്ടിറങ്ങുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. അർജുനെ എങ്ങനെയെങ്കിലും അർജുനും പിങ്കിയും ഒന്നാകണം. അർജുൻ്റെ സങ്കടങ്ങളൊക്കെ മാറണം. അർജുൻ്റെ മനസ്സിൽ ഇപ്പോഴും പിങ്കിയുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിങ്കീനെ എതിർത്ത് സംസാരിക്കുകയോ പിങ്കിയുടെ കുറ്റം പറയുകയോ ഒന്നും അർജുൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അർജുനും പിങ്കിയും ഒന്നിക്കണം. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ തയ്യാറാക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം താൻ എന്തായാലും താൻ ചെയ്യുന്നത് ഏതായാലും നല്ലതിനാണെന്ന് എനിക്കറിയാലോ, എനിക്ക് പിന്നെ പോയേ പറ്റൂ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഗൗതം നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയ റൊമാൻസ് ഒക്കെ കാണിക്കുന്നു. പിന്നെ നമ്മുടെ ലക്ഷ്മി നന്ദയുടെ അടുത്ത് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിങ്കിയുടെ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്കറിയില്ല സുമംഗലയിടത്തിയോട് ഞാൻ എന്തു പറയും, ഞാൻ എന്താ ഇനി അവരോട് സംസാരിക്കേണ്ടത്. എല്ലാം പ്രതീക്ഷിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ ശുഭമായിട്ട് അവസാനിച്ചു എന്നൊക്കെ ഓർത്തല്ലേ സുമംഗലയിടത്ത് ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എങ്ങനെയെങ്കിലും പിങ്കിക്ക് അർജുനോട് സ്നേഹം തോന്നുന്ന വിധത്തിൽ അർജുനോട് പിങ്കിക്ക് അങ്ങോട്ട് തന്നെ സ്നേഹം തോന്നുന്ന വിധത്തിൽ ഉണ്ടാക്കിയെടുക്കണം. കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയും എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇപ്പം മോൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? എങ്ങനെ അർജുന് പിങ്കിയുടെ മനസ്സിൽ കയറ്റിയെടുക്കാനാ? ഇതുപോലെയൊക്കെ ഭ്രാന്ത് കാണിക്കുന്ന അവളെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയരുത് അമ്മ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം പിങ്കിയുടെ മാനസികാവസ്ഥ ആ ഒരു ലെവലിലൂടെയും നമ്മൾ ചിന്തിക്കണമല്ലോ. അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു മനുഷ്യനെ സ്നേഹിച്ചു പോയി അതൊരു വലിയ തെറ്റൊന്നുമല്ല. അത് പറിച്ചു മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ തെറ്റൊന്നുമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അർജുൻ്റെ കാര്യം സേഫ് ആക്കിയേ പറ്റൂ. എനിക്ക് അർജുനെ സേഫ് ആക്കി അർജുൻ പിങ്കിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. അതാ നമുക്ക് ആവശ്യം. സുമംഗലയിടത്തിക്കും അത് തന്നെയല്ലേ ആവശ്യം. സുമംഗലിയമ്മയ്ക്കും അത് തന്നെയല്ലേ ആവശ്യം. നമുക്ക് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങോട്ട് തന്നെ പിങ്കിക്ക് അർജുനോട് സ്നേഹം തോന്നുന്ന വിധം വേണം ഇനി കാര്യങ്ങളൊക്കെ നടക്കാൻ. അതായത് ഗൗതമിനോട് വെറുപ്പ് തോന്നുമ്പം സ്വാഭാവികമായിട്ടും അർജുനോട് സ്നേഹം വരില്ല. അപ്പൊ അങ്ങനെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ പിങ്കി ഇങ്ങനെ നന്ദി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി കുറച്ച് പ്ലാൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അത് എത്രത്തോളം വിജയകരമാകും എന്നൊന്നും അറിയില്ല. അതോ അതിനു മുൻപ് നമ്മുടെ അഖില എന്ന് പറയുന്ന അഭിരാമി അർജുൻ്റെ തലയിലേക്ക് വരുമോ? അർജുന് ആ ഒരു അഭിരാമിനെ ഏറ്റെടുക്കേണ്ടി വരുമോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, അഖില എന്ന അഭിരാമിയുടെ ഭർത്താവ് കൊല്ലപ്പെടും. ആ ഒരു സമയത്ത് വേറൊരു മാർഗമില്ലാതെ പോകും. നമ്മുടെ ഗൗതമ കുറച്ച് ദയുള്ളൊരു മനുഷ്യനാണ്, മനസാക്ഷിയുള്ളൊരു മനുഷ്യനാണ്. ആ ഒരു നിലയ്ക്ക് നമ്മുടെ അഭിരാമിനെ കാത്ത് സംരക്ഷിക്കുക, ഒരു ഗർഭിണീനെ കാത്ത് സംരക്ഷിക്കുക എന്നത് അതത്രയ്ക്ക് എന്താ പറയുക, അങ്ങനെ വിട്ടുകളയുന്ന കാര്യമല്ല നമ്മുടെ ഗൗതം. അപ്പൊ അതുകൊണ്ടാണ് ഗൗതം അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പതുക്കെ അറിയാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പം അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.